ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്വീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. വിവാദ നായികയായിട്ടുള്ള നന്മമരത്തിനെ പറ്റിയിട്ടാണ് ചർച്ച. അവരുടെ ജീവിതം, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ സേവന ജീവിതം. അവർ ഒരു സോഷ്യൽ വർക്കറാണെന്നറിയണത് വളരെ വൈകിയാണ്. അവരുടെ ആദ്യ വീഡിയോകളിലൊക്കെ അവർ വെറും ഫാം ഹൗസ്, മൃഗങ്ങൾ, പട്ടികൾ, പിന്നെ ചെടികൾ, നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ചെടികൾ, അങ്ങനെ പലതരം ചെടികളെ പറ്റിയിട്ടും അവരുടെ അച്ഛൻ, ആങ്ങളുടെ ഭാര്യ, അങ്ങനെയുള്ളൊരു സാധാരണ കോമൺ സെറ്റപ്പിലാണ്. പിന്നെ പോകെ ആണ് അവർ ചെറുതായിട്ട് കുട്ടികൾക്ക് സ്കൂള് തുറക്കുമ്പോൾ പുസ്തകം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ആദിവാസി മേഖലകളിലേക്ക് ചെറുതായിട്ട് കടന്നു ചെല്ലുന്നു, അവിടെയുള്ള ചില നീറിപ്പുകയിലുകൾ പുറത്തു വിടുന്നു. അങ്ങനെയൊക്കെ അവർ കൂടുതൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അവരെ വളരെ അധികം ഇഷ്ടമാവുന്നു. ഇങ്ങനെയൊക്കെ നന്മ ചെയ്യുന്ന ആളുകളല്ലേ. നന്മ ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കണം. അവർ സമൂഹത്തിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഇനി ഇവരുടെ നന്മ ചെയ്യലിൻ്റെ ചില പാളിച്ചകൾ, ഇവരെ നന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് നന്മ മരങ്ങളായാലും അവർ ചെയ്യുന്ന നന്മയ്ക്ക് തീർച്ചയായിട്ടും പിൻബലം ഉണ്ടാകും. ഒരിക്കലും അവരവരുടെ സ്വന്തം വീട് വിറ്റിട്ടോ, അല്ലെങ്കിൽ ഒറ്റ നന്മമരവും ഇന്നേ വരെ തൻ്റെ ഇരിക്കുന്ന വീട് വിട്ടിട്ട് നന്മ ചെയ്തതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ നന്മ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അതിനുള്ള സപ്പോർട്ടുമായിട്ട് ചുറ്റും ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ആ നന്മ ചെയ്യൽ തുടരുന്നത്. അതിൽ നമ്മൾക്ക് തർക്കമൊന്നുമില്ല. പാവം പിടിച്ച മനുഷ്യരുണ്ടല്ലോ, അവരുടെ ഗതികേടിൻ്റെ ആ ഒരു അറ്റത്ത് നിൽക്കുമ്പോഴാണ് അവരെ പിടിച്ച് ഒരു കണ്ടൻ്റാക്കി ഒരു വീഡിയോ ആയിട്ടൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് വീടിനുള്ള സ്ഥലം കൊടുത്തു. ഇപ്പോൾ ഇന്നലെ ഒരു ഡൗൺ സിൻഡ്രം ഉള്ള ഒരു കുട്ടിയെ അവരുടെ മുഖം പോലും ബ്ലറാക്കാണ്ട് അവരുടെ ആ സംസാര രീതിയും എല്ലാം വീഡിയോയിലൂടെ ഒരു കണ്ടൻ്റാക്കി എത്തിക്കുകയാണ്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ വീഡിയോയുടെ കൂടുതൽ വ്യൂസിന് വേണ്ടിയൊന്നും ഏത് നന്മമരായാലും ഇങ്ങനെ ആ ഗതികെട്ട ആ പാവം മനുഷ്യരെ നമ്മൾ ഒരുപാട് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമില്ല. ഒരു കുറച്ച് നേരം കാണിച്ചു, ഇവൾക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലം നമ്മൾ കൊടുക്കുന്നു, അതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ ഈ നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പാലിക്കണം. രണ്ടാമതായിട്ട് ഒരു കുട്ടിയെ ദത്തെടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് വ്യൂസ് ഉണ്ടാക്കി. അവർ വിവാഹത്തിൻ്റെ അന്ന് തന്നെ ആ കുട്ടിയെ രണ്ടുപേരും കൂടി താലോലിക്കുന്ന ഫോട്ടോവും ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ തോന്നുന്നു, ശരി ഇവർക്ക് ഇനി പ്രസവിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണോ ദത്തെടുത്തത് എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിച്ചു. വാസ്തവത്തിൽ അതൊരു ഫോർമൽ ദത്തെടുക്കലല്ല. ഒരു ദത്തെടുക്കൽ പ്രൊസീജിയർ തുടങ്ങുന്നത് തന്നെ സെൻട്രൽ ദത്തെടുക്കൽ അതോറിറ്റിയിൽ നിന്ന് തുടങ്ങി അത് കോടതി വഴിയും പിന്നെ നമ്മളുടെ പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഒരുപാട് എൻക്വയറിയും കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടും ഈ ദത്തെടുക്കുന്ന പാരൻസിൻ്റെ മാനസിക, സാമ്പത്തിക, ശാരീരിക അവസ്ഥകളൊക്കെ അന്വേഷിച്ച് തൃപ്തികരമായിട്ടുള്ള റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിട്ടുമൊക്കെയാണ് ഒരു ദത്തെടുക്കൽ പ്രോസസ്സ്. ഈ അടിയിലുള്ള ഈ ഹായ് ബായ് എന്ന് പറയുന്ന ഈ സബ്സ്ക്രൈബേഴ്സിന് ഇതിനെപ്പറ്റി യാതൊരു വക വിവരമില്ല എന്നാണ് തോന്നുന്നത്. ഇതൊരു ഫോസ്റ്റർ പാരൻറ്റിംഗ് ആണ്. ആ അമ്മയും കുഞ്ഞിനെയും അടക്കം ഒരു കുടുംബം എന്നുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് നാൾ അവരെ അവിടെ നോക്കുക. അതാണ് ഫോസ്റ്റർ പാരൻറ്റിങ്. ഇപ്പോൾ അമ്മ ഇത് തീരെ കുഞ്ഞായതുകൊണ്ട് അതിനെ പാല് കൂട്ടാനായിട്ട് ആ അമ്മയും വേണം. അതുകൊണ്ടാണ് ആ അമ്മയും കുഞ്ഞിനെയും അവർ നോക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നത്. ഇനി സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് നാൾ അവളെ ആ ഗൃഹാന്തരീക്ഷമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു ഫോസ്റ്റർ പാരൻ്റ് ആവാം. അതിന് കൃത്യമായിട്ടുള്ള അനുമതിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇവർ ഒരു സോഷ്യൽ സർവീസിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ഫോസ്റ്റർ പാരൻറ്റിങ്ങിനുള്ള അനുമതി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവർ ആ കുഞ്ഞിനെയും അമ്മേനെയും സംരക്ഷിക്കാൻ കുറച്ച് നാൾ. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെയും അമ്മയുടെയും പൊടി പോലും കാണാനില്ല. അപ്പം അതൊക്കെ താൽക്കാലികമായിട്ടുള്ള തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ ഗതികെട്ട ആളുകളെ ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു മോശമായിട്ട് തോന്നിയതാണ്. ഇതൊക്കെ ശരിക്കും ആരോടും പറയാതെ തന്നെ പബ്ലിസിറ്റി ആക്കാതെ ചെയ്യുന്നവരുണ്ട്. ഇനി ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫ് പരിശോധിച്ചാൽ തുടക്കത്തിൽ ഇവർ ഫാം ഹൗസിലെ ചെടികൾ, പൂക്കൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഇവരുടെ അച്ഛൻ, അമ്മ, ആങ്ങളുടെ ഭാര്യ മാത്രം കുടുംബാംഗങ്ങളെ കാണിച്ചിട്ടാണ് കുറേ വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലാണ് ഇവർ ഹസ്ബൻഡിനെ പറ്റി അറിയിക്കുന്നത്. അതിൽ ഇവർ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്, തൻ്റെ ഹസ്ബൻഡിൻ്റെ അന്ന് വരെയുള്ള സമ്പാദ്യം മുഴുവനാണ് ഈ ഫാം ഹൗസ് എന്നവർ സമ്മതിക്കുന്നുണ്ട്. ഭർത്താവ് ബഹുമുഖ പ്രതിഭയാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഒരു 2 PG എടുത്ത വലിയ അധ്യാപകനാണ്. 3 സ്കൂളുകളുടെ ചുമതല ഒരേ സമയം നിർവഹിച്ച ആളാണ്. അങ്ങനെ ഒരു ഡൈമെൻഷണൽ പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് അയാൾ അവരെ പ്രസൻറ്റ് ചെയ്യണത്. പിന്നെ അവരുടെ അച്ഛനോടത്തുള്ള ഒരു വീഡിയോയിലാണ് അവർ ഡിവോഴ്സ് ആവുന്നു. ഭർത്താവിന് ഇങ്ങനെ അമിത മദ്യപാനം, മർദ്ദിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നു. അവിശ്വസനീയമായി തോന്നിയൊരു കാര്യമാണ്. അവർ ഡിവോഴ്സിനെ പറ്റിയിട്ടും ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ അയാളെ ഇനി ജീവിതത്തിലില്ല എന്നുള്ള രീതിയിലൊക്കെ. അന്നും അവരൊരു കാര്യം പറയുന്നില്ല, അവർ ഫോർമലി മാരീഡ് അല്ല, അവർ വെറും ജസ്റ്റ് ലിവിങ് ടുഗദർ ആയിരുന്നു.
അയാളെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം പോലും അതിലില്ല. കാരണം അത് ശരിക്കും അവരുടെ ഭർത്താവല്ലായിരുന്നു, അവർ ലിവിങ് ടുഗദർ ആയിരുന്നു. അങ്ങനെ ഒരാളെ അവർ ഇത്രയും അടി കൊണ്ട് അയാളെ ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കുക. അന്നൊന്നും അവർ പറയുന്നില്ല ഞങ്ങൾ ലിവിങ് ടുഗദർ ആണെന്ന്. ഭർത്താവ് എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യണത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് വീണ്ടും ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ അവരുടെ ജീവിതത്തിൽ വേറൊരു പുരുഷൻ പ്രത്യക്ഷപ്പെടുന്നു. അയാളുടെ പേരൊക്കെ പറയുന്നുണ്ട്, തൻ്റെ ഏറ്റവും ആത്മസുഹൃത്തിൻ്റെ സഹോദരനാണ് എന്നുള്ള രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അവരുടെ ഡ്രൈവറായിട്ടും ഫാമിലെ സഹായിയായിട്ടും അയാൾ കൂടെ കൂടുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാളെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് അവർ തീരുമാനിച്ച് നമ്മളോട് പറയുന്നു. ഗംഭീരമായിട്ടുള്ള വിവാഹം നടക്കുന്നു. അതിലും ആ കുഞ്ഞിനെ അവർ പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്, ആ ദത്തെടുത്ത കുട്ടിയെ. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തായാലും വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ഒരു അസുഖത്തിൻ്റെ പിടിയിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആളുകളെ മുൾമുനയിൽ നിർത്തിയിട്ട് എല്ലാവരും അയ്യോ എന്ത് പറ്റി അവർക്ക് എന്നുള്ള രീതിയിലൊക്കെ. അത് കഴിഞ്ഞ് അവർ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു അസുഖാവസ്ഥ. ആ അസുഖാവസ്ഥ എങ്ങനെയുണ്ടായത്, എൻ്റെ മുമ്പത്തെ ഹസ്ബൻഡ് എന്നെ അടിക്കുക, പിറ്റേ ദിവസം അയാൾ രാവിലെ എനിക്ക് വേദന സംഹാരി ഗുളിക തരും. അപ്പം ഞാനത് ഒരുപാട് കഴിച്ചിട്ട് ഞാനതിൻ്റെ അഡിക്റ്റായിപ്പോയി. എന്തൊരു വിരോധാഭാസം അല്ലേ. ഒരുപാട് അടിക്കുന്ന ഒരു ഹസ്ബൻഡ്, പ്രത്യേകിച്ച് ലിവിങ് ടുഗദറിൽ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ സ്വന്തം ഭർത്താവിൻ്റെ സ്ഥാനത്ത് പോലും ഇല്ലാത്ത ഒരാളെന്നെ 2 പ്രാവശ്യം അടി കൊള്ളുമ്പോൾ 3ാമത്തെ പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഒരു ബിരുദാനന്തര ബിരുദധാരിണിയായിട്ടുള്ളൊരു ടീച്ചർക്ക് ഉണ്ടായില്ല. അയാളെ അവർ 2022 വിവാഹം കഴിച്ച് അവർ ഉപേക്ഷിക്കണത് 2024 25 അപ്പോൾ 2-3 കൊല്ലം അയാളുടെ അടി വാങ്ങി അയാൾ കൊടുക്കുന്ന വേദന സംഹാരി അതിൽ നോക്കാതെ ഇത് എന്താണ് ഞാൻ കഴിക്കണേന്ന് പോലും ചിന്തിക്കാതെ അവർ കഴിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ അവർ ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു അവിശ്വസനീയമായിട്ടുള്ള കാര്യം. എന്തായാലും അവർ പിന്നൊരു കാര്യം പറയണത്, ആ ഹസ്ബൻഡ്, അതായത് അവരുടെ മുമ്പത്തെ എക്സ് ഹസ്ബൻഡ് വിവാഹിതനായിരുന്നു, 2 കുട്ടികളുടെ പിതാവായിരുന്നു എന്നുള്ള കാര്യം അവരറിയുന്നു. എന്നിട്ടും ആ ത്യാഗമായി അയാളെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ ബൈസ്റ്റാൻഡർ ആയിരുന്ന ആളാണ് ഇപ്പോഴത്തെ ഭർത്താവ് എന്ന് അവർ വെളിപ്പെടുത്തുന്നു. ആകെ മൊത്തം ഒരു അവിശ്വസനീയമായ കാര്യമല്ലേ. നമ്മുടെ ഭർത്താവിനെ നോക്കാൻ നിൽക്കുന്ന ഒരു ബൈസ്റ്റാൻഡർ നമ്മുടെ ഭർത്താവായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും അയാളോട് നമ്മൾക്ക് മുമ്പേ പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. വെറുതെ ഒരാൾ ബൈസ്റ്റാൻഡറായി നിന്നുകൊണ്ട് എന്നാൽ പിന്നെ നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറയില്ലല്ലോ. ഓൾറെഡി മദ്യപനായിട്ടുള്ള അടി വാങ്ങി പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വേറൊരു സ്നേഹമുള്ള പുരുഷൻ്റെ സാന്നിധ്യം എന്ന് പറയണത് അവർക്ക് അത്രയും അമൃതമാണ്. ഏത് സ്ത്രീയെ പോലെ അവരും അയാളും സ്നേഹബന്ധത്തിലാവുന്നു, അവർ വിവാഹം കഴിക്കുന്നു, അതൊക്കെ ഓക്കെ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എക്സ് ഹസ്ബൻഡ് വിവാഹിതനായിട്ടും അവർ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പണ്ടത്തെ പതിവ്രതകളായിട്ടുള്ള രത്നങ്ങളെ പറ്റിയൊക്കെ കേട്ട ഒരു കൊൾമയർ കൊള്ളൽ അല്ലേ. നമ്മളെ അടിച്ചും ഇടിച്ചും നമ്മളെ ഒരുപാട് വേദന സംഹാരി തീറ്റിച്ച ഏറ്റവും ദുഷ്ടനും വില്ലനുമായിട്ടുള്ള ഒരാളെ അയാൾ രണ്ടാമത് ഇതുവരെ ജീവിതത്തിൽ വെളിപ്പെടുത്താത്തൊരു കാര്യം, അയാൾക്ക് വേറൊരു ഭാര്യയും കുട്ടികളുണ്ട്. എന്നിട്ടും അയാളെ കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിക്കുകയാണ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ. കുഷ്ഠരോഗിയായിട്ടുള്ള ഭർത്താവിനെ വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാര്യയുടെ ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ മുമ്പ് ചരിത്രത്തിൽ, ശീലാവതി. അതൊക്കെയാണ് ശരിക്കും ഓർമ്മ വരുന്നത്. എന്തായാലും അവരുടെ ലൈഫിൽ, പ്രസൻറ്റ് ലൈഫിൽ ഇപ്പോൾ അവർ വളരെ സന്തോഷവതിയാണ്. അതിലൊന്നും ആർക്കും എതിർപ്പില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. എങ്കിൽ പോലും ചില ചോദ്യങ്ങൾ ആ കുട്ടികളെയും നമ്മൾ സഹായിക്കുന്ന ആളുകളെയും എന്തിനാണ് ഇങ്ങനെ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നത്? രണ്ടാമതായിട്ട് ദത്തെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ആൾക്കാർക്ക് ഒരു അന്തവും ഇല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടെങ്കിലും ഇതൊരു ഫോസ്റ്റർ പാരൻറ്റിങ് ആണ്, ഇത് ഒറിജിനൽ ദത്തെടുക്കലല്ല. അങ്ങനെയുള്ള ദത്തെടുക്കലാണെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. ഇത് ഫോർമൽ ദത്തെടുക്കലാണ്, ഈ കുട്ടിയുടെ പാരൻസിന് ഞങ്ങളാണ് ആജീവനാന്തം എന്നവർ പറയുന്നില്ല. ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും കൂടിയാ ദത്തെടുക്കണേ എന്നവർ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുറച്ച് നാൾ അവരെ ആ കുടുംബാന്തരീക്ഷത്തിൽ ഒന്ന് സന്തോഷിപ്പിക്കുക, കുറച്ച് നാൾ കഴിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ട് ആ 2ാം വിവാഹത്തെ ന്യായീകരിക്കാനായിട്ട് അവരിത്രമാത്രം ആ ഭർത്താവിനെ വില്ലനായിട്ട്, അയാൾ ഓൾറെഡി വില്ലനായിപ്പോയതാണ്, പിന്നെയും അതൊരു കണ്ടൻ്റാക്കി എന്നെ അടിച്ചു ഇടിച്ചു, അതിനുള്ള ഗുളിക കഴിച്ച് എനിക്ക് രോഗാവസ്ഥയുണ്ടായി. അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. റിയാക്ട് ചെയ്യാൻ പറ്റാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പെൺകുട്ടിയല്ല. ഇങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു ലേഡി ടീച്ചർ എന്താണ് ഈ ഗുളിക എനിക്ക് നിങ്ങൾ തരുന്നത് എന്ന് ആ കയ്യിൽ വെച്ച് നോക്കാനുള്ളൊരു ബോധം പോലും ഉണ്ടായില്ലേ. എന്തായാലും ഇതൊക്കെ അവിശ്വസനീയമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യം അവരുടെ ചോയ്സാണ്, അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അതിൽ കാര്യങ്ങളൊന്നുമില്ല.
ഒരു സോഷ്യൽ നന്മപരം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയുള്ള ആളുകളെ കൂടുതൽ എക്സിബിറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് കണ്ടന്റ് ആക്കുന്നതിലും തീർച്ചയായിട്ടും അരോചകം തന്നെയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.